എന്താണ് IPO, എന്താണ് FPO എന്നെല്ലാം എല്ലാവർക്കും അറിയാമായിരിക്കും. കഴിഞ്ഞ ഒരു വർഷം, അതായത് 2020, 2021 ഈ വർഷത്ത് ഏറ്റവും കൂടുതൽ IPOകൾ വരികയുണ്ടായി. മിക്കവാറും എല്ലാം തന്നെ മികച്ച നേട്ടമാണ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഏതാനും ചില IPOകൾ അല്പം നഷ്ടം തന്നെയാണ് തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ അവയെല്ലാം തന്നെ മികച്ച നിലയിൽ വരാവുന്ന ഓഹരികളാണ്. കുറച്ച് നാൾ ഹോൾഡ് ചെയ്യേണ്ടി വന്നേക്കാമെന്ന് മാത്രം. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പെരുമഴക്കാലം IPOകളുടെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവാൻ പ്രധാന കാരണം മാർക്കറ്റ് വളരെയധികം ഉയർന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ എക്കണോമി ഇപ്പോൾ വളരെ മികച്ച നിലയിലാണെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കമ്പനികളുടെയും പ്രവർത്തന ഫലങ്ങളും മികച്ചതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ IPOകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മളുടെ വീഡിയോകളെല്ലാം സ്ഥിരമായിട്ട് കാണുന്നവരുടെ പ്രതികരണങ്ങളും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. എന്നാൽ FPO എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമെങ്കിൽ പോലും ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. എങ്കിൽ പോലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പലർക്കും അറിയില്ല. എന്താണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പലർക്കും അറിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് നമ്മളിപ്പോൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇനി വരുന്ന കാലത്ത് ധാരാളം FPOകൾ കൂടി മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഫോളോ ഓൺ പബ്ലിക് ഓഫറിനെ കുറിച്ച് നമ്മളൊന്ന് വിശദമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. അതേക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. വീഡിയോ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയായ നിഫ്റ്റി 18കാരിയായ ഒരു സുന്ദരിയായി മാറാൻ പോവുകയാണ്. എന്നാൽ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയായിട്ടുള്ള സെൻസെക്സ് 60കാരനായ ഒരു സീനിയർ സിറ്റിസൺ ആവാൻ പോകുന്നു. ഇത് ഓഹരി വിപണിയിലെ ഒരു തമാശ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നിഫ്റ്റി 17,000 കടന്ന് 17,300 കടന്നിരിക്കുന്നു. അടുത്ത് തന്നെ അതൊരു 18,000ലേക്ക് എത്തും. ഒരു 18കാരിയായ യുവതിയായി മാറുമെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അതുപോലെ തന്നെ സെൻസെക്സ് 58,000 കടന്നിരിക്കുന്നു. 60,000ലേക്ക് എത്താൻ അധികം ദൈർഘ്യമില്ല. അപ്പോൾ ഈ വർഷം തന്നെ 60 കടക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ 18കാരിയാവാൻ പോകുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നിഫ്റ്റിയും 60കാരനാവാൻ പോകുന്ന സെൻസെക്സും ആണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും ഈ മനോഹരമായിട്ടുള്ള ഈ വർഷം, അതായത് ഈ കോവിഡ് കാലത്ത് പോലും ഏറ്റവും അഫക്റ്റഡ് അല്ലാതെ നിൽക്കുന്ന ഒരു നിക്ഷേപ മാർഗമായിട്ടുള്ള ഓഹരി വിപണിയിൽ, ആഹ്ലാദം അലതല്ലി നിൽക്കുന്ന ഓഹരി വിപണിയിൽ അത്തരത്തിലുള്ള ഒരു അവസരമാണിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ IPOകൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മൾ IPO എന്താണെന്നും FPO എന്താണെന്നൊക്കെ പറയാൻ പോകുന്നത്. IPO എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും FPOയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് IPO എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. എന്താണെന്ന് നമുക്കറിയാം. ഒരു കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് കമ്പനിയുടെ എൻട്രപ്രണർ അല്ലെങ്കിൽ സംരംഭകൻ തീർച്ചയായിട്ടും കയ്യിൽ നിന്ന് പണമെടുക്കുന്നത് കൂടാതെ അയാൾ ഈ ഓഹരി അല്ലെങ്കിൽ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളെ സമീപിക്കുക. അവരിൽ നിന്ന് പണം കുറച്ച് സ്വരൂപിച്ചിട്ടാണ് കമ്പനി തുടങ്ങുന്നത്. അങ്ങനെ കമ്പനി ഒരുവിധം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും കമ്പനി നല്ല ഹിറ്റായ ഒരു കമ്പനി ആവുകയാണെങ്കിൽ അത് പിന്നീട് അത് ഡെവലപ്പ് ചെയ്യണം, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കണം, കുറച്ചും കൂടി വലിയ നിലയിലേക്ക് കമ്പനിയെ എത്തിക്കണം എന്ന് കരുതുന്ന അവസരത്തിലാണ് ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫർ വേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ സെബിയുടെ എല്ലാം പെർമിഷനോട് കൂടിയിട്ട് ഒരു കമ്പനി ഓഹരി ഉടമകൾക്ക് അല്ലെങ്കിൽ സാധാരണ പബ്ലിക്കിന് വേണ്ടിയിട്ട്, അത് കമ്പനിയുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ നാഴികക്കല്ലാണ് ഈ IPO എന്ന് പറയുന്നത്. കമ്പനി ഒരു ക്ലോസ്ഡ് സർക്കിളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കമ്പനി ജനറൽ പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അവസരമാണ് IPO എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക്, ജനറൽ പബ്ലിക്കിന് കമ്പനി ഓഹരികൾ കൊടുക്കുകയും അവരിൽ നിന്ന് പണം സ്വരൂപിക്കുകയും ചെയ്യും. അപ്പോൾ
IPO നിക്ഷേപകർക്ക് ഈ പണം കൊടുത്ത ആളുകൾക്ക് കിട്ടുന്നത് ഓഹരിയാണ്. അവർക്ക് ഓഹരി കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഈ കമ്പനി ഈ ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ട്രേഡിങ്, ലിക്വിഡിറ്റി ഉണ്ടാകുന്നു, ട്രേഡിങ് നടക്കുന്നു നിത്യവും. അപ്പോൾ അവർക്ക് ഈ ഓഹരി സൂക്ഷിക്കുന്നത് വഴി ലോങ് ടേമിലായിട്ട് ഡിവിഡൻഡ്, ബോണസ്, റൈറ്റ്സ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ കോർപ്പറേറ്റ് ആക്ഷൻസ് വഴി കിട്ടുന്നത് കൂടാതെ കമ്പനിയുടെ വളർച്ച മൂലം ഉണ്ടാകാവുന്ന അപ്രീസിയേഷൻ, വിലയിലുണ്ടാകുന്ന അപ്രീസിയേഷനും കിട്ടും. അത് അവർക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കിയാൽ മതി. എപ്പോഴും കമ്പനിയുടെ വളർച്ച അവർക്ക് സ്വയമേ തന്നെ ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ IPO എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കുറേ ഓഹരികൾ കമ്പനി ചിലപ്പോൾ ഇറക്കാം. അത് കൂടാതെ കമ്പനിയുടെ പ്രൊമോട്ടർ തന്നെ കൈവശമുള്ള കുറച്ച് ഓഹരി, ഒരു പോർഷൻ ഓഫ് ഓഹരികളും മാർക്കറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ കൂടാതെ ഓഫർ ഫോർ സെയിലും കൂടി ചേർന്നതായിരിക്കും പലപ്പോഴും IPOകൾ എന്നുള്ളത് നമുക്ക് കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ എന്താണ് FPO എന്നാൽ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫോളോ ഓൺ പബ്ലിക് ഓഫറാണത്. അതായത് നേരത്തെ പബ്ലിക് ഇഷ്യൂ നടത്തി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി വീണ്ടും അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ മൂലധനം ആവശ്യമായി വരുമ്പോൾ, ഡെവലപ്മെൻറ്റിനെല്ലാം വേണ്ടി കൂടുതൽ മൂലധനം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ വീണ്ടും പൊതുജനത്തെ സമീപിക്കുകയാണ്, മറ്റൊരു ഇഷ്യൂവുമായിട്ട് മുന്നോട്ട് വരികയാണ്. അതിനെയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഓഹരികൾ വീണ്ടും കമ്പനി ഇറക്കുന്നതാവാം. അത് മാത്രമല്ല, ചിലപ്പോൾ അവരുടെ സംരംഭകരുടെ തന്നെ പ്രൊമോട്ടേഴ്സിന്റെ കൈവശമുള്ള ഓഹരികളുടെ ഒരു ഭാഗം അവർ വിറ്റഴിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നതാവാം. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള FPOയും നിലവിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ FPOകൾ രണ്ട് തരത്തിലുണ്ടെന്ന് പറയാം. ഒന്ന് ഡൈലൂട്ടീവ് FPO ആണ്. അപ്പോൾ ഡൈലൂട്ടീവ് FPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈലൂട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആ വാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഡൈലൂട്ടീവ് FPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ വാല്യൂവിന് മാറ്റം വരുത്താതെ, കമ്പനിയുടെ വാല്യൂ അതേപടി നിൽക്കുമ്പോൾ തന്നെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട്, ഫ്രഷ് ആയിട്ട് കുറേ ഓഹരികൾ കൂടി മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഓഹരികൾ കൂടി മാർക്കറ്റിലേക്ക് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കമ്പനിയുടെ ഷെയറിൻ്റെ എണ്ണം കൂടുമ്പോൾ ചില റേഷ്യോയിലെല്ലാം മാറ്റം വരും അല്ലേ? അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് EPS എന്താണ്? നെറ്റ് പ്രോഫിറ്റിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന EPSൽ നിന്ന് നമ്പർ ഓഫ് ഷെയർസിൻ്റെ കൂടുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും? EPSൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ആണ് ഡൈലൂട്ടീവ്. അപ്പോൾ എൻ്റെ ഓഹരിയുടെ വിലയിലും കുറവ് വരും, എക്സിസ്റ്റിംഗ് വിലയിലും കുറവ് വരും, അതുപോലെ തന്നെ EPSലും മാറ്റം വരും. അതാണ് ഡൈലൂട്ടീവ് IPO എന്ന് പറഞ്ഞാൽ. ഡൈലൂട്ടീവ് FPO എന്താണെന്ന് നോക്കാം. ഒരു കമ്പനി, എൻ്റെ പേരുള്ള കമ്പനി തന്നെ ആയിക്കോട്ടെ, സ്വപ്നം കാണുമ്പോൾ വല്ല കുറയ്ക്കണം എന്തിനല്ലേ? അപ്പോൾ സനിൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ലിസ്റ്റഡ് ആണ്. 10 രൂപ വില ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. അത് ലിസ്റ്റ് ചെയ്തു, മാർക്കറ്റിൽ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിപ്പോൾ മാർക്കറ്റിൽ വില 100 രൂപയാണെന്നിരിക്കട്ടെ. ആ സമയത്താണ് കമ്പനി ഡെവലപ്പ് ചെയ്യണം, കമ്പനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും ചെയ്യണം, ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിന് പുറത്തേക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് കമ്പനിയുടെ വാല്യൂവിൽ ഒരു വ്യത്യാസവും വരുന്നില്ല, കുറെ കൂടി ഓഹരികൾ ഇറക്കുന്നു. അതായത് ഇപ്പോൾ ഉള്ളത് 1,00,000 ഓഹരികളാണ് കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് ചെയ്തപ്പോൾ വിപണിയിലേക്ക് ഇറക്കിയത്. 1,00,000 ഓഹരികളാണ്. ഇപ്പോൾ വീണ്ടും 1,00,000 ഓഹരികൾ കൂടി മാർക്കറ്റിലേക്ക് ഇറക്കുന്നു, ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഇറക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ ഫുള്ളായിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്തു, ആൾക്കാർ കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്തു. അത് മുഴുവൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടപ്പോൾ എന്ത് സംഭവിക്കും? കുറേ ആൾക്കാർ കൂടി ഈ ബസ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്തുള്ളവർക്ക് കൈവശമുള്ള മൂല്യം എന്ത് സംഭവിക്കും? പകുതിയാവും അല്ലേ? അപ്പോൾ ഓഹരി വില 100 എന്നുള്ളത് 50 കുറഞ്ഞു. കാരണം 1,00,000 കൂടെ 1,00,000 കൂടി ഇറക്കിയപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ടായിരുന്ന വില 100 ആയിരുന്നത് 50 കുറഞ്ഞു. അങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? EPSനും വ്യത്യാസം, ഏണിംഗ് പെർ ഷെയർ എന്നുള്ള കാര്യത്തിനും വ്യത്യാസം വരുമല്ലോ. നെറ്റ് പ്രോഫിറ്റ്, ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റ്, ഒരാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് അതിനെ ഹരിച്ചിരുന്നത് 1,00,000 കൊണ്ടായിരുന്നു, 1,00,000 ഷെയർസ് ആയിരുന്നു. ഇപ്പോൾ 2,00,000 ഷെയർസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ EPSും കുറയും അല്ലേ, പകുതിയായിട്ട് മാറും. അതാണ് ഡൈലൂട്ടീവ് FPO എന്ന് പറയുന്നത്.
ഇനി നോൺ ഡൈല്യൂട്ടീവ് FPO എന്താണെന്ന് നോക്കാം. നോൺ ഡൈല്യൂട്ടീവ് FPO എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ്, അതായത് ഇപ്പോൾ ഉള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ ലിസ്റ്റഡ് കമ്പനിയുടെ ഇപ്പോഴുള്ള പ്രൊമോട്ടേഴ്സ് അവരുടെ കൈവശമുള്ള ഓഹരികളുടെ ഒരു പോർഷൻ വിറ്റഴിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പോർഷൻ അവർ വിറ്റഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയറിന്റെ നമ്പറിലൊന്നും വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ റേഷ്യോയിലൊന്നും EPSലോ ഒന്നും ഒരു മാറ്റവും വരുന്നില്ല. ഇനി നമ്മൾ നോൺ ഡൈല്യൂട്ടീവ് FPOയുടെ എക്സാമ്പിളിലേക്ക് കിടക്കുകയാണ്. ഒരു കമ്പനി, സനിൽ ലിമിറ്റഡ് തന്നെ, ഈ കമ്പനിക്ക് വീണ്ടും ഒരു ഡെവലപ്മെന്റ് ആവശ്യമാണ് എന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഡൈല്യൂട്ടീവ് FPO അല്ല, നോൺ ഡൈല്യൂട്ടീവ് FPOയുടെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ആദ്യം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കമ്പനിക്ക് ഈ നോൺ ഡൈല്യൂട്ടീവ് ആയിട്ട് FPO നടത്തണമെന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രൊമോട്ടേഴ്സിൽ ആരെങ്കിലും, അതായത് മിസ്റ്റർ സനിൽ കുമാർ തന്നെ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കൈവശമുള്ള ടോട്ടൽ ഓഹരികളിൽ 20% പബ്ലിക്കിന് കൊടുക്കാൻ തീരുമാനിക്കും. അതായത് ഓഫർ ഫോർ സെയിൽ പോലെ തന്നെ. അതായത് എക്സിസ്റ്റിംഗ് ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് അദ്ദേഹം 20% പബ്ലിക്കിന് കൊടുക്കുന്നു. അങ്ങനെ പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഷെയറിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? കമ്പനിയുടെ ടോട്ടൽ ഷെയറിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. 20% അദ്ദേഹത്തിന്റെ കയ്യിലിരുന്നത് പബ്ലിക്കിന്റെ കയ്യിലേക്ക് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ഷെയർസിൽ ഒരു വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയർ പ്രൈസിൽ വ്യത്യാസം വരുന്നില്ല. 100 ആയിരുന്നത് 100 ആയി തന്നെ നിലനിൽക്കും. അതുപോലെ തന്നെ EPSൽ കുറവ് ഒരു നമ്പർ ഓഫ് ഷെയർസിന് വ്യത്യാസം വരാത്തതുകൊണ്ട് വരുന്നില്ല. അപ്പൊ നോൺ ഡൈല്യൂട്ടീവ് FPO എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഡൈല്യൂട്ടീവും നോൺ ഡൈല്യൂട്ടീവും ആയിട്ടുള്ള FPOകളുടെ ആ വ്യത്യാസം, ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റിംഗ് ഗെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന്റെ ഇഷ്യൂ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെയാണല്ലോ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ലിസ്റ്റ് ചെയ്യുന്ന ദിവസം ഭയങ്കരമായിട്ട് ലാഭം കിട്ടും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഡൈല്യൂട്ടീവ് FPO ആണോ നോൺ ഡൈല്യൂട്ടീവ് FPO ആണോ എന്നെല്ലാം അറിഞ്ഞിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി IPOയും FPOയും തമ്മിലുള്ള ആ ഒരു അന്തരം, അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് അതിന്റെ മീനിങ് തന്നെ? IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആണ്. ഒരു പുതിയ കമ്പനി പുതുതായിട്ട് ജനങ്ങളിൽ നിന്ന് മൂലധനം സമാഹരിക്കുന്നതിനെയാണ് IPO എന്ന് പറയുന്നത്. എന്നാൽ FPO എന്ന് പറയുന്നത് ഒരു ലിസ്റ്റഡ് കമ്പനി, ഒരു എക്സിസ്റ്റിംഗ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി വീണ്ടും മൂലധനം സമാഹരിക്കുന്നതിനെയാണ്, രണ്ടാമത് സമാഹരിക്കുന്നതിനെയാണ് നമ്മൾ FPO എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഇനീഷ്യൽ പബ്ലിക് ഓഫറാണ്, മറ്റേതോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണ ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതാണ് FPO എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഇഷ്യൂവർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ IPO എപ്പോഴും ഒരു അൺലിസ്റ്റഡ് കമ്പനി ആയിരിക്കും അതിന്റെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി. എന്നാൽ FPOയോ അതിന്റെ ഇഷ്യൂവർ ആരാണ്? ഒരു ലിസ്റ്റഡ് കമ്പനി ആയിരിക്കും. പിന്നെ ഒബ്ജക്റ്റീവ് നോക്കുക. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കണം. IPO നടത്തുന്ന കമ്പനിയുടെ ലക്ഷ്യം എന്താണ്? മൂലധനം സമാഹരിക്കുക, കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മൂലധനം സമാഹരിക്കുക എന്നുള്ളതാണ്, ഡെവലപ്മെന്റിനൊക്കെ വേണ്ടി തന്നെ. എന്നാൽ FPO നടത്തുന്ന കമ്പനിയുടെ ലക്ഷ്യം എന്താണ്? കൂടുതൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇതിൽ നിന്ന് വിട്ടുപോകണം, കുറച്ച് പേർക്ക് അതിൽ നിന്ന് വിട്ടുപോകണം എന്ന് കരുതി, അല്ലെങ്കിൽ വിറ്റഴിക്കണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യം വരുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വിറ്റഴിക്കുന്നതും ആകാം. അപ്പൊ അതാണ് FPO എന്ന് പറയുന്നത്. പിന്നെ റിസ്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് എന്തിനാണ്? അത് IPOയ്ക്ക് തന്നെയാണ് അല്ലേ? ഇപ്പൊ തന്നെ IPO അപ്ലൈ ചെയ്തിരുന്ന പലരും പറയുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. അതിൽ ചിലതൊക്കെ താന്നതാണ്, ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. ചില കമ്പനികളുടെ കാര്യത്തിൽ നമുക്ക് നേരത്തെ അറിയാം ഇത് എന്തായാലും ബമ്പർ ഹിറ്റ് ആയിരിക്കുന്നു. എന്നാൽ ചിലതിന്റെ കാര്യത്തിൽ നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത നിലയിലുള്ള കമ്പനികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും വായിക്കാനും എല്ലാം നമ്മൾ സമയം ചെലവാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റ് ആൾക്കാരെ ആശ്രയിച്ച് അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ IPOകൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഈ FPOയുടെ കാര്യത്തിലാണെങ്കിലും അതിന് വലിയ റിസ്കുകളില്ല. കാരണം ദിസ് ഈസ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി അല്ലേ? എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ഷെയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിയെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പഠിക്കാനില്ലാതെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഷെയർ പ്രൈസ് എന്താണെന്ന്. അപ്പൊ ആ ഷെയർ പ്രൈസിലേക്ക് നോക്കിയാൽ മതി, കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. മാത്രമല്ല സമയമില്ലാത്തവർക്ക്, ഈ പഠിക്കാനൊന്നും സമയമില്ലാത്തവർക്കും മറ്റ് ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണ്? FPOകളാണ്. അപ്പൊ അതിന് കൂടുതൽ സമയം ചെലവാക്കേണ്ട, പഠിക്കാനൊന്നും മെനക്കെടാതെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അടുത്ത ഒരുപാട് IPOകൾ വരാനിരിക്കുകയാണ് ഈ അടുത്ത ആഴ്ചകളിലെല്ലാം തന്നെ. നമുക്ക് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.